അനൗൺസ് ചെയ്തു. ഇറ്റ്സ് എ വെരി കോൾഡ് ഡേ, ടെമ്പറേച്ചർ ബിലോ ഫ്രീസിങ്. അതൊന്ന് വ്യൂ കാണിച്ചു. നമുക്ക് പയ്യെ എൻജോയ് ചെയ്തൊക്കെ നടന്ന് പോവാൻ പറയാ. പയ്യൊക്കെ എൻജോയ് ചെയ്ത് നടന്ന് തണുപ്പൊക്കെ എൻജോയ് ചെയ്യട്ടെ. ഇപ്പൊ അടുത്തത് മിക്കവാറും നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഇവിടുത്തെ സർക്കാർ അട്ടിമറി നടക്കും. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മുടെ ആ സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങുവാണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ എന്തൊരു ചെക്കിംഗ് ആണെന്ന് അറിയാം. ശരിക്കും ഖത്തർ എയർപോർട്ട് ഭയങ്കര മോഡേൺ ആണ്. നമ്മുടെ പാസ്പോർട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് മെഷീനിൽ തന്നെ കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഇൻഷുറൻസ് എല്ലാം ചോദിച്ച് അടിച്ച് പാർക്ക് ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് യൂറോപ്പിൽ പോലും യൂറോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഏറ്റവും ടഫസ്റ്റ് കൺട്രീസിൽ പോകുമ്പോൾ പോലും ഇത്രയൊന്നും അവർ ചെക്ക് ചെയ്യാറില്ല കേട്ടോ. അത് അമേരിക്ക പോകുന്നോണ്ടായിരിക്കും. അയ്യോ പ്രിയയുടെ കാര്യമുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അധികം സമയമില്ല. ടിക്കറ്റ് ഒക്കെ കൺഫേംഡ് ആയി കിട്ടി, ഒരു കുഴപ്പമില്ല. വേഗം പോയി ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. എത്ര ടൈമിൽ അവിടെ എത്തും എന്ന് പറയാൻ പറയാം. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല അതുകൂടെ കണ്ടുപിടിക്കും. പക്ഷെ എന്തായാലും ഈ വ്ളോഗിൽ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഈ ദോഹ എയർപോർട്ടും ലോഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് അൾട്രാ മോഡേൺ, വേൾഡിലെ ബെസ്റ്റ് എയർപോർട്ടിന്റെ അവാർഡ് കിട്ടിയതാണ്. ഇതാണോ സിംഗപ്പൂർ ആണോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. പക്ഷെ നമുക്ക് ടൈമില്ല. നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഖത്തർ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ടൈമില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ്. അതിനെക്കാട്ടി എളുപ്പം ഇവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് അല്ലേ. ഒന്നും വെളിയിൽ എടുക്കണ്ട, പവർ ബാങ്കും ഒന്നും എടുക്കണ്ട, വെളിയിൽ ഒന്നും മാറ്റണ്ട. കുട്ടികളെ പോലും പ്രായം വെച്ച് തള്ളാം. പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാടൊക്കെ എന്ത് ഔട്ട്ഡേറ്റഡ് അല്ലേ നാടൊക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഞ്ഞിനെ എണീപ്പിക്കും, പ്രാമും എടുത്ത് ലാപ്ടോപ്പും എടുത്ത് മറ്റേ വെള്ളവും പവർ ബാങ്കും ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് ഒന്നും വേണ്ട. ഇതൊക്കെയാണ് കൺവീനിയൻസും ഒരു ഡെവലപ്ഡ് നേഷൻ എന്നൊക്കെ പറയുന്നത്. ഇല്ല, ഒന്നും വേണ്ട. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം, എന്നിട്ട് നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോവാം. ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ് ഖത്തർ. നമ്മളെ ഹോങ്കോങ്ങിൽ പോയപ്പോൾ ഒരു ഷെനലിന്റെ വിന്റർ ഫെസ്റ്റിവൽ, വിന്റർ മ്യൂസിയം പോലെ പോയില്ലേ പ്രിയ ഹോങ്കോങ്ങില്? അതിന്റെ റെപ്ലിക്ക ഇവിടെ ഫുൾ ക്രിസ്മസ് സംഭവമാണല്ലേ. അതെ, മറ്റേ റോയ് ചേട്ടനില്ലേ ഖത്തർ എയർവേസ്, അതില് 30% ഡിസ്കൗണ്ട് കിട്ടും ഇവിടെ. റോയ് ചേട്ടൻ വഴി ബുക്ക് ചെയ്താൽ 30% ഡിസ്കൗണ്ട് കിട്ടും ഡ്യൂട്ടി ഫ്രീന്ന്. ഇഷ്ടപ്പെട്ടല്ലേ? ഇപ്പൊ ദോഹയിൽ പോറായപ്പോ ദോഹയിൽ ഇഷ്ടപ്പെട്ടു. ഇതൊരു ലക്ഷറിയസ് എയർപോർട്ട്. ഹാരിഡ്സ് എന്ന് പറയുന്ന മറ്റേ UK ബേസ്ഡ് ബ്രാൻഡ് ഉണ്ട്. ഇപ്പുറത്ത് ഡിയോർ. അത് പ്രോപ്പർ നമ്മള് ഒരു സിറ്റി കാണുന്ന രീതിയിലുള്ള ഷോറൂംസ് അല്ലേ. ഒന്നും മറ്റേ ഉള്ള ഒരു ഷോറൂമിന് അത്രയും സൈസാണ് ഇവിടെ ഉള്ള എല്ലാത്തിനും. പെർഫ്യൂമോ കൂളിംഗ് ഗ്ലാസ് എന്തെങ്കിലും വാങ്ങുന്നോ 30% ഓഫ് കിട്ടും. ഇത് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് വേണോ? വേണ്ട. നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ട് പോലെ തന്നെ ഇവിടെ സ്ലൈഡ്സും അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഫുൾ മെറ്റൽ സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് മെറ്റൽ ഒരു ബോഡി പോലത്തെ ഒരു സംഭവമാണ്. എന്നാലും അടിപൊളി. നല്ല റഷും ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ അല്ലേ. കുറെ നടക്കാനും ഉണ്ട്. വേറൊരു പ്രശ്നം, ഞങ്ങളുടെ ഗേറ്റ് C40 ആണ്. ഒരുപാട് സിംഗപ്പൂരിനെ കാട്ടി നടക്കാനുണ്ട് എയർപോർട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ഖത്തർ എയർപോർട്ടിൽ വരിക. ഷോപ്പിംഗ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ പോകും. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കിക്ക്. ഇത് നമ്മുടെ പക്ക മറ്റേ ട്രഡീഷണൽ അറബിക് സ്ഥലങ്ങളൊക്കെ ഇല്ലേ, താഴെ ഇരുന്ന് കഴിക്കുന്ന സംഭവങ്ങൾ, മജ്ലിസ് അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഒറിയോ കഫേ, ഒറിയോയുടെ എല്ലാം ഡ്രിങ്ക്, കോഫി, ബിസ്ക്കറ്റ്സ്, ഷേക്സ്, കേക്ക്സ് എല്ലാം മെയ്ഡ് വിത്ത് ഒറിയോ. ആദ്യമായിട്ടാണ് കാണുന്നത്. ഗൈസ്, സോ ഫ്ലൈറ്റിൽ ബോർഡിങ് ചെയ്ത് ചെറിയ ഫ്ലൈറ്റ് ആണ്. പക്ഷെ ഞാൻ സത്യം പറയാം, ഭയങ്കര ടെൻഷനാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ഇമിഗ്രേഷനൊന്നും കുഴപ്പമില്ലാതെ ക്ലിയർ ചെയ്യണം. ഇവിടുന്ന് ഭയങ്കരമായിട്ട് 2-3 തവണ ചെക്ക് ചെയ്തു. വൈ ദീസ് പീപ്പിൾ ആർ ഇങ്ങനെ ഒരു ഇത്രയും നമ്മളെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഹോപ്പ്ഫുള്ളി എവരിതിങ് വിൽ ബി ഗുഡ്. വലിയ തണുപ്പൊന്നും ഇല്ലാത്ത രാജ്യം കേട്ടാ. ഈ ദോഹയിലെ വെതറൊക്കെ തന്നെ അവിടെ. ഞാൻ വെറുതെ പറഞ്ഞതാ. തണുപ്പ് അത്രയില്ല. ദോഹ സെയിം ക്ലൈമറ്റ്. രാത്രി കുറച്ച് തണുപ്പ്, രാവിലെ കുറച്ച് പ്ലസന്റ്. ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫ്ലൈറ്റ് ആണ്.
അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്ഥലം എത്തുന്നതായിരിക്കും. നമ്മൾ സ്ഥലം എത്താറായി. 20 minutes വെതർ അനൗൺസ് ചെയ്തു. ഇറ്റ്സ് എ വെരി കോൾഡ് ഡേ. ടെമ്പറേച്ചേഴ്സ് ബിലോ ഫ്രീസിങ്. അതൊന്ന് വ്യൂ കാണിച്ചു. ഇറങ്ങണ്ടേ ചൂടത്തേക്ക്? ഇറങ്ങണ്ടേ? എത്തി എത്തി. അമ്മ എങ്ങനെയുണ്ട് വെതർ? ഇത് ഇൻഡോറാ. വാ. എങ്ങനെയുണ്ട് തണുപ്പ്? അടിപൊളിയല്ലേ? വാ ഗൈസ്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു. ഇനി എയർപോർട്ടൊന്നും കാണിക്കല്ല കേട്ടോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് വളരെ സ്മോൾ ബേസിക് എയർപോർട്ടാണ്. പക്ഷേ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഡീറ്റെയിൽഡ് ആയി കാണിക്കാം. കാരണം അതുവരെ നമുക്കൊരു ടെൻഷനാണ്. ഫ്രീ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. സോ ഒന്ന് ആദ്യം എമിഗ്രേഷൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും എയർപോർട്ടിൽ നിന്നുള്ള ജേർണി തൊട്ട് കാണിക്കാവേ. ഡബ്രോവ ജോർജിയ. ഓ അങ്ങനെ. ഇത് പണ്ട് പറഞ്ഞ എപ്പോഴാ ഓർമ്മയുണ്ടോ? റഷ്യ. അതെ. അപ്പൊ നമ്മള് ജോർജിയയിലാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ ആശ്വാസമായിട്ടല്ലേ? സത്യമാണ്. എത്തിപ്പെട്ടപ്പോ തന്നെ സമാധാനമായി. എന്തോരം ടെൻഷൻസും കാര്യങ്ങളും എമിഗ്രേഷൻ സെന്ററിൽ അതൊക്കെ ഞാൻ പറയാം. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ടു ഡബ്രോവ ജോർജിയ. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജോർജിയയിലാണ്. കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. കാരണം നല്ല ഒരു യൂറോപ്യൻ വൈബ്, അഫോർഡബിൾ കോസ്റ്റ്, കിഡ്ലൻ ഫുഡ്, ഒരു അൺഡിസ്കവേർഡ് ജെം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പിലാണ് ജോർജിയ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആദ്യം തന്നെ ഒരു വിഷയമുണ്ട്. നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ അവരെ ചോദിച്ചത് കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന്. സോ കയ്യിൽ നമ്മൾ കുറച്ച് ഡോളേഴ്സൊക്കെ ആയിട്ട് വരിക. ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു $1000 ഉണ്ടായിരുന്നു. സോ അതായിട്ട് വരിക. കാർഡൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഇന്ത്യൻസിന് ഇവിടെ ഭയങ്കരമായിട്ട് തിരിച്ചു വിടുന്നുണ്ട് കേട്ടോ അവർ. സോ അത് കെയർഫുൾ ആവുക. വിസയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും വിസ വേണ്ടവർ എന്നെ ഒരു DM ചെയ്താൽ ഞാൻ ഇവിടുത്തെ ഒരാളാണ് എനിക്ക് വിസ എടുത്ത് തന്നത്, നാട്ടിലത്തെ ഏജൻസ് അല്ല. സോ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാവേ. സോ ഇനി നമുക്കൊന്ന് ടാക്സിയൊക്കെ പിടിച്ച്, അത് ഭയങ്കര സ്കാമാണ്. ഞാൻ ടാക്സിയുടെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. സോ വെൽക്കം ടു ജോർജിയ വൺസ് അഗൈൻ. പുക വരുന്നുണ്ടോ നോക്കട്ടെ. ആ വരുന്നുണ്ട്. രാവിലെ നട്ടുച്ചയ്ക്ക്. സമയം ഇവിടെ 2 മണിക്ക്. ഗൈസ്, ആദ്യമേ തന്നെ ഞാൻ റിസർച്ചും ചെയ്തു. അതുമാത്രമല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് അവർ ബാഡ്ജ് ഇട്ടവരാണെങ്കിൽ പോലും ടാക്സി എടുക്കരുത് കേട്ടാ. ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെ തന്നെ ടാക്സി എടുക്കുക. അതും പുറകെ നടക്കും, വില കുറവാണെന്ന് പറയും, പലതും പറയും. മൈൻഡേ ചെയ്യരുത്. അതൊക്കെയുണ്ട്. അത് മെയിൻ ആണ് ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്പ്. നമ്മുടെ തായ്ലൻഡിലൊക്കെ ഉള്ള ആപ്പാണ്. പിന്നെ രണ്ടാമത് സിം കാർഡ് നിങ്ങൾ പറ്റുമെങ്കിൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും വില കുറഞ്ഞ ഒരു സിം എടുക്കുക. എന്നിട്ട് സിറ്റിയിൽ സിം കാർഡ് വില കുറവാണ്. പക്ഷെ അല്ലെങ്കിൽ പോലും നിങ്ങൾ സിം കാർഡ് എയർപോർട്ടിൽ നിന്ന് എടുത്തോ. റേറ്റ് കൂടുതലാണ് സിറ്റിനെയും കാട്ടി. പക്ഷേ ആ സിം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോൾട്ടൊക്കെ എയർപോർട്ട് വൈഫൈ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കില്ല. സോ കുറച്ച് പൈസ കൂടിയാലും സിം എടുത്തിട്ട് ടാക്സി വരും. അല്ലെങ്കിൽ ടാക്സിയിൽ ചിലപ്പോൾ 25,000-30,000 രൂപ വരും. ഇപ്പം ഞങ്ങൾ പോകുന്നത് സിറ്റിയുടെ കുറച്ച് ദൂരെയാണ്. അവിടെ വരെ പോകാൻ വെറുതെ 1,300 രൂപ വരുന്നുള്ളൂ വലിയ വണ്ടിക്ക്. സോ ബോൾട്ട് ആപ്പാണ് ഏറ്റവും സേഫ് എന്ന് തോന്നുന്നു. ഇനി ഇവരുടെ വല്ല ഉണ്ടോ എന്ന് അറിയില്ല. അത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ 99.9% ഇതാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. ഒന്നുമില്ല കേട്ടോ. വളരെ ചെറിയ എയർപോർട്ട്. വേഗം വെളി വന്ന് ലഗേജ് ഒക്കെ പെട്ടെന്ന് കിട്ടി. ഒരു ഗ്രാമത്തിന്റെ ഫീലാണ്. ഇവരുടെ ക്യാപിറ്റലായ ടിബ്ലിസിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇംപ്രഷൻ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു ഏരിയയുടെ ഒക്കെ റോഡും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്. വെൽ മാനിക്യൂർഡ് ട്രീസ് ആൻഡ് ഗാർഡൻസ് ആൻഡ് എവറിത്തിങ്. എല്ലാം ഡ്രൈഡ് ആണ്. ഓബിയസ്ലി ഇറ്റ്സ് വെരി കോൾഡ്. 0 degrees ആണ് ഇപ്പം ഇവിടുത്തെ വെതർ. ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ഗോർജിയസ്. ഒരു യൂറോപ്യൻ വൈബ് തരുന്നുണ്ട്. പ്രിയനോടൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ. വെൽക്കം ആണ്. ആദ്യമായിട്ടല്ലേ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു നല്ല വെൽക്കം കിട്ടുന്നത്. ചെറിയ ഗസ്റ്ററാണെങ്കിൽ അടിപൊളിയാണ്. അതെ.
എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്താ പ്രിയ തോന്നിയെന്നറിയോ? ഒരു 60 വർഷം 70 വർഷം പുറകിലേക്ക് പോയതുപോലെ തോന്നുന്നു. ബിൽഡിങ്സും സ്ഥലങ്ങളും തോന്നില്ലേ? ഒരു പഴയ ഫീലിംഗ് അല്ലേ? ഐ ലവ് ദിസ് ഓൾഡ് വേൾഡ് ചാം. ശരിക്കും ആ ഒരു കണ്ട എല്ലാം പഴയതും കുറച്ച് പൊളിഞ്ഞതും. അതെ, പ്രിയയുടെ ജനറേഷനിലെ ബിൽഡിംഗ്. അതെ, ഇപ്പം ബിൽഡിങ്സ് ഒക്കെ പഴയതാണെങ്കിലുണ്ടല്ലോ, വെഹിക്കിൾസ് അതുപോലെ തന്നെ ഈവൻ ബസ്സസ് എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡും അതുപോലെ തന്നെ എന്താ പറയുന്നത് മോഡേണും ആണ്. ഇവിടെയൊക്കെ എത്തിയപ്പോഴൊക്കെ പ്രിയ മാറിയിട്ടുണ്ട് കേട്ടോ ലുക്ക്. മെട്രോ ഉണ്ട്. ബോൾട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യത്തോടെ ബോൾട്ട് ബുക്ക് ചെയ്ത് വന്നാൽ നമുക്ക് പയ്യെ എൻജോയ് ചെയ്തൊക്കെ നടന്ന് പോകാൻ പറയാം. പയ്യൊക്കെ എൻജോയ് ചെയ്ത് നടന്ന് തണുപ്പൊക്കെ എൻജോയ് ചെയ്യട്ടെ. ഇത് വണ്ടി അവർക്ക് കറക്റ്റ് എൻട്രൻസ് അറിയില്ല. തണുപ്പത്താ കറക്റ്റ് 0 ഉള്ളൂ. രാത്രി ആകുമ്പോ ഒരു -4 പോകും. അപ്പൊ വേദുവിനെ ഹോട്ടലിൽ ഇരുത്തി. ഇതാണ് നമ്മുടെ ഹോട്ടല് പ്രിയ. അപ്പൊ വെൽക്കം ടു മെർക്യൂർ ടിബ്ലിസി. കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മൾ വന്നിറങ്ങിയപ്പോ തന്നെ ഇവിടെ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടക്കുക. പക്ഷെ ഈ ഏരിയയിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് നടക്കുക. അത് ആ ഒരു മെയിൻ ഏരിയയിൽ, അത് ഞാൻ കാണിക്കാം. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ പൂട്ടിപ്പോയി. നോവോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ ഇവിടുത്തെ വിസ ചെയ്തുന്ന ആളാണത് നമ്മളെ ഇൻഫോം ചെയ്തത്. അവര് വിളിച്ചും പറഞ്ഞില്ല, ബുക്കിങ്ങും ക്യാൻസൽ ആയില്ല. പൈസ പേ ചെയ്തില്ല. പേ ഓൺ ഹോട്ടലായിരുന്നു. അപ്പൊ പേ ചെയ്തവർക്ക് റീഫണ്ട് ഒക്കെ കൊടുക്കുമായിരിക്കും, ആർക്കറിയാം, പറയാൻ പറ്റില്ല. പൂട്ടിപ്പോയ ആര് ചോദിക്കാനാ? അപ്പൊ ഭാഗ്യത്തിന് നമ്മൾ പേ ചെയ്തില്ല. അതൊരു പോസിറ്റീവ് തുടക്കമാണ്. ഹോട്ടൽ പൂട്ടി ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പൊ നോവോട്ടൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോവോട്ടൽ ടിബ്ലിസി ബുക്കിംഗ്സിലൊന്നുമില്ല, പൂട്ടിപ്പോയി. അപ്പൊ നമ്മള് മെർക്യൂറിലേക്ക് ബുക്ക് ചെയ്തു. ഇവര് അപ്ഗ്രേഡും തന്നിട്ടുണ്ട്. അപ്പൊ അതെ പറഞ്ഞ തുടക്കം തന്നെ ഒരു ക്രിസ്മസ് വൈബാണ് വരുന്നത് അല്ലേ? അപ്പൊ റൂമിൽ പോയി ഒന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ലഞ്ച് കഴിക്കാൻ പോവാം. കീ വരെ കൊണ്ടുവന്ന് തന്നിങ്ങോട്ട്. വലിയ റൂമൊന്നും അല്ല കേട്ടോ ഇത്, നോർമൽ ഹോട്ടൽസ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ടു സിറ്റ് ഇൻ ദിസ് കോൾഡ് ആൻഡ് ഈറ്റ് ഹോട്ട് ഫുഡ്. പ്രിയ ഭയങ്കര ഹാപ്പിയാണ്, പ്രിയം വേദും. സോ ഇത് ഇവരുടെ ലോബി സ്പേസ്, കാർപ്പറ്റഡ്, നല്ല ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൽക്കം ടു മെർക്യൂർ ടിബിലിസി ജോർജിയ. ഓ അങ്ങനെ നമ്മള് ജോർജിയയിൽ എത്തിപ്പറ്റി. അതെ, അപ്പൊ ജോർജിയയിലേക്ക് നമുക്ക് സൂപ്പർ ആക്കി ജോർജിയ കാണിക്കണം. കാരണം ജോർജിയ സൂപ്പറാണ്. ആൾക്കാർക്ക് യൂറോപ്യൻ ഫീല് കിട്ടാൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. കൊറേ നാളെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ശരിക്കും എനിക്ക് ഓർമ്മ കൂടെ ഇല്ല എപ്പോഴാണ് ലാസ്റ്റ് പോയത് തണുപ്പുള്ള സ്ഥലത്ത് അല്ലേ. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യ റൂമിന്റെ അകത്ത് കയറിയപ്പോ ഒന്ന് ആശ്വാസമായ. ഹീറ്റർ കിട്ടിയോ? എന്താ തണുപ്പ പുറത്ത്, എനിക്കറിയില്ല എങ്ങനെ. ഞാൻ ഇറങ്ങൂല. വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാ. വെളിയിൽ പോണത് ഫുഡ് കഴിക്കാൻ. ഓക്കെ, നമ്മുടെ റൂം ടൂർ മെർക്യൂർ ഹോട്ടലിലാണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്. ഇറ്റ്സ് സ്പേഷ്യസ്. നമ്മളത് ആദ്യം കയറി വരുമ്പോ തന്നെ ഒരു കബോർഡ് ഉണ്ട്, ബാത്റൂംസ്, അതിന്റെ മുകളിൽ ചെരുപ്പ് എല്ലാം അവര് വെച്ചിട്ടുണ്ട്, അയണിംഗ് ടേബിൾ എല്ലാം ഉണ്ട്. അതെ, ഇവിടെ കുറെ എയർബിഎൻബിസ് അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഹീറ്റിംഗ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യും അറിയില്ല. പിന്നെ നമ്മൾ ഇത് അത്രയും ഒരു ഭയങ്കര ഡെവലപ്ഡ് രാജ്യമില്ല. എന്തെടുത്താലും നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. അതുകൊണ്ട് ആണ് ഞാൻ ഹോട്ടൽസ് തന്നെ ബുക്ക് ചെയ്യുന്നത് ഇവിടെ. അല്ല, കുറച്ച് ദൂരെ നമ്മുടെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പ്രൊട്ടസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തത്. പിന്നെ നമ്മള് മറ്റേ ഹോട്ടലിൽ പൂട്ടിയും പോയല്ലോ. ഓക്കെ, വലിയ ബെഡ്റൂം അല്ലേ? ബെഡ് ഉണ്ട്. തണുപ്പും ബെഡും, വേറെ എന്ത് വേണം? ഇവിടുത്തെ ഒരു ബ്രിഡ്ജ് അത്. ഓക്കെ, ഇതെന്താ ബ്ലൂ കളർ വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ ഇത് സോഫ കം ബെഡ് ആണ്. വേദുവിനെ രാത്രി പിടിച്ച് കിടത്താനുള്ള സ്ഥലമാണ് അത്. വേദുവിന്റെ ബെഡ് അത്. ബെഡാക്കാം. അതെ അതെ, കുട്ടികൾക്കുള്ള ബെഡ് അത്. അയ്യോ, എന്താ ഇത്? ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്, ഞാനും കണ്ടില്ല. വേറെ എന്ത് വേണം?
ഹോട്ടലിൽ കണ്ടിട്ടില്ല. അപ്പൊ ഇനി ഒരുങ്ങാൻ ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടാ. ദാ ഇപ്പുറത്തും ഉണ്ട്. അതും മിററാണല്ലേ, ഞാൻ ടി വി ആന്ന് വിചാരിച്ചു. ദാ എന്ത് വലിയ മിററല്ലേ. പിന്നെ നല്ല വ്യൂ ഉണ്ട്. ഐ ലൈക്ക്. എനിക്ക് ഇത് ഇഷ്ടായി. ഇത് നമുക്ക് എസ്പ്രഷോ മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ട് അവര്. എന്ത് ക്യൂട്ട് അല്ലേ. വാങ്ങണ്ടേ നമുക്ക്? എന്ത് ഇവിടെ എന്ത് മറ്റേ സാധനങ്ങൾ അല്ലേ, ത്രിഫ്റ്റ് ഫ്ലീ മാർക്കറ്റിൽ ത്രിഫ്റ്റിൽ എന്തായാലും പോണം. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് വാങ്ങി എല്ലാം പൂട്ടി വെക്കും. അതെ, റഷ്യന്ന് യുക്രൈന് വാങ്ങിയത് ഇതുവരെ തുറന്നിട്ടില്ല. എല്ലാം ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച്. പിന്നെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെൻ ജസ്റ്റ് ഫീൽ ദ ഓൾഡ് വൈബ് ഓഫ് ദിസ് കൺട്രി ജോർജിയ. ശരിക്കും പഴയ ഫീലിംഗ് ആണ്, പഴയ USSRന്റെ ഒരു ഫീലിംഗ് ആണ് ജോർജിയ. ആൻഡ് ഐ ലവ് ദിസ് ചാം, ഓൾഡ് ടൗൺ ചാം, ഓൾഡ് വേൾഡ് ചാം. അത് മാത്രം ഒരു പുതിയ ബിൽഡിംഗ് ഈ ഒരു ഏരിയയില്. എവിടെ? അവിടെ ഒക്കെ മൗണ്ടൻ. നമ്മൾ പോകുന്നുണ്ട് മൗണ്ടൻ മുകളിലൊക്കെ. ഇനി ബാത്റൂം, നല്ല വലിയ ബാത്റൂമാ, നിരത്തി വെക്കാനുള്ള സ്ഥലമുണ്ട്, വിച്ച് ഇസ് എ ബിഗ് പ്ലസ്. ആൻഡ് നല്ലത് ഇവിടെയും വലിയ മിറർ വിത്ത് ലൈറ്റ്. ഓഫ്, ഇത് പൊളിക്കും കേട്ടാ. ഞങ്ങക്ക് മിറേഴ്സ് ഉള്ളത് വലിയ സന്തോഷമാണ്. ഓക്കെ, പിന്നെ ക്ലോസറ്റ് ഉണ്ട്. നമ്മുടെ ബാത്റൂം പോലെ മറ്റേതില്ല, ബിജറ്റ് ഇല്ല. പിന്നെ നല്ലത് നമ്മുടെ ഒരു ബാത്റൂമിന്റെ ഒരു ഫീൽ തന്നെയാണ്. ബാത്റൂമില് അതുപോലെ തന്നെ ബോഡി വാഷ്, ഷാംപൂ, കണ്ടീഷണർ, ഓൾ ടവൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. എയർ ഡ്രയറും എല്ലാം ഉണ്ട്. ഇവിടെ ലിക്വിഡ് സോപ്പ്, ബോഡി ലോഷൻ, എവറിത്തിങ് ഇസ് ദർ. ആൻഡ് നല്ല ക്വാളിറ്റി ഒന്നുമില്ല. ആൻഡ് മെട്രോയും തൊട്ടടുത്തുണ്ട് വേണമെങ്കിൽ. ഇവിടെ നമ്മൾ ഉപയോഗിക്കില്ല, ടാക്സി വെരി ചീപ്പ്. അങ്ങനെയൊന്നുമില്ല, സ്പാർ ഉണ്ട്, കൺവീനിയൻസ് സ്റ്റോർ. അതുപോലെയല്ല, 24 hours ഒന്നും ഇല്ല. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് തണുപ്പത്തേക്ക് ഇറങ്ങാം. So it's time to have lunch and evening. സന്തോഷം നോക്കാം, കണ്ണില് കാണാം സന്തോഷം. നോക്ക്, ഈ കണ്ണില് കാണാം ആ ഒരു സന്തോഷവും ദുഃഖവും എല്ലാം കൂടെ. I know you like this weather, okay? പിന്നെ എന്നിട്ട് വെറുതെ ഷോ. നാളെ തൊട്ട് കറക്റ്റ് ഡ്രസ് ചെയ്യാം. പുതിയ നമ്മൾ വാങ്ങിയ ജാക്കറ്റ്സ് ഒക്കെ എടുക്കണ്ടേ? ഇനി ജാക്കറ്റ്സ് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പറയില്ലല്ലോ. മൈക്കേ ഇനി ഭയങ്കരമായിട്ട് ഫിറ്റ് ചെയ്യണം. ഫുൾ മൂടി പറിച്ചല്ലേ നടക്കുന്നത്, സൗണ്ട് ഒന്നും കാണില്ല. എത്ര കാലത്തിന് ശേഷം ഇങ്ങനെ കോൾഡ് വെതറിൽ നടക്കാൻ പറ്റുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ട്. ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയ ആണെങ്കിലും ചെറിയ കഫേസ്, അതുപോലെ തന്നെ ഇതുപോലെ സൂപ്പർ മാർക്കറ്റ്സ്, ഒരു ഓൾഡ് വേൾഡ് ചാമാണ് മൊത്തം ഈ ടിബ്ലിസിയിൽ നമ്മൾ ജോർജിയയിൽ കാണാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലം ഇപ്പം നമ്മൾ അൾട്രാ മോഡേൺ അല്ലേ, ഇപ്പം ദോഹയാണെങ്കിലും ചൈന ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ചെയ്തത്. ഇത് ബാക്ക് ടു ദ ഓൾഡ് വേൾഡ് റൂട്ട്സ്. എന്ത് വെറൈറ്റി അല്ലേ രാജ്യങ്ങൾ. ഇത് കാണാനും ആസ്വദിക്കാൻ പറ്റുന്നത് ജസ്റ്റ് ബ്ലെസ്ഡ്. തുടക്കം ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പിസ്സ കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. മീല ജോർജിയയുടെ ഫുഡ് ഇസ് അമേസിങ്. ഐ ലവ് ദ ഡെക്കറേഷൻ. നമുക്കൊരു ബോ കെട്ടിയിരിക്കുന്നു ഡോറിൽ, അടിപൊളിയല്ലേ? എനിക്ക് തോന്നി ഇപ്പൊ എന്താ പറയാത്തത്. നല്ല രസമില്ലേ? ഓപ്പൺ ആണോ നോക്ക്, ഓപ്പൺ ആണോ നോക്ക്. ഉണ്ട്. യെസ്. അപ്പൊ റോണീസ് പിസ്സന്നാണ് നമ്മള് നമ്മുടെ ജോർജിയയുടെ ഫസ്റ്റ് മീല് തുടങ്ങുന്നത്. എനിക്ക് ഫസ്റ്റ് മീൽ അടിപൊളിയാണെന്ന് നിർബന്ധമാണ് ഒരു രാജ്യത്തെ. ഓ, എന്താ ഐഡിയ കോപ്പി അടിക്കാൻ നിൽക്കുക കേട്ടാ. എന്ത് നല്ല ക്രിസ്മസ് വൈബാന്ന് നോക്ക്. ഐ ലവ് ദിസ് പ്ലേസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു സ്മോൾ ഫാമിലി റൺ ബിസിനസ്. നല്ല ഡീകോർ, അഫോർഡബിൾ റേറ്റ്സ്, വെരി ടേസ്റ്റി പിസ്സ. ഏത് ഡോറിന്റെ അടുത്ത് മാറിയിരിക്കും. ഇവിടെ തണുപ്പാ. ജോർജിയന്റെ കറൻസി ഏതാണെന്നറിയോ? ലാറി. ഒന്നും അറിയാതൊക്കെ വെറുതെ കൈവശി വന്നിരിക്കുക. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒന്നല്ല. എനിക്ക് പകുതിനെ കുറിച്ച് വിവരമൊന്നും ഇല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ തള്ളുന്നേ ഉള്ളൂ. അതെ, ഒരു ലാറി എത്ര രൂപയെന്ന് അറിയാലോ? അതനുസരിച്ച് സ്പെൻഡ് ചെയ്യാം. 35 രൂപ. നമ്മുടെ 35 രൂപ. പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ജ്യൂസ് ഉണ്ട് ഇവിടെ. 100 rupees. നമ്മുടെ 100 rupees. അതേ പറഞ്ഞ. അപ്പൊ അങ്ങനെ കറൻസി അല്ലല്ലോ നോക്കേണ്ടത്. പിസ്സയ്ക്ക് ഇപ്പൊ ഞാൻ ഒരു മീഡിയം സൈസ് എടുത്തു. ദാറ്റ്സ് അറൗണ്ട് 900. അല്ല 800. കുഴപ്പമില്ല. ഏത് കാർഡ്? സിം കാർഡ് അല്ലേ? അതെടുക്കാം. അത് എയർപോർട്ടിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാ. ഞാൻ നോക്കിയപ്പോൾ 50 or 60 എങ്ങാണ്ട ഒരു മാസത്തേക്ക്. വെളി നോക്കാം. വെളിയിൽ
1800 രൂപ 2000 രൂപ വരുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 1000 രൂപയുടെ താഴെ വരുള്ളൂ. അത് ഞാൻ പോയി നോക്കാം. അപ്പോൾ ഏത് ജ്യൂസ് വേണം? അൺലിമിറ്റഡ് റീഫില്ല, തീർക്കും. ഒരു ഗ്ലാസ് 2 പേർക്കും കൂടെ കുടിക്കാം. മലയാളികളല്ലേ, 2 പേർക്ക് ഷെയർ ചെയ്യാം. ഇതില് പോമഗ്രാനൈറ്റ്, ചെറി, ലെമണേഡ്, ആപ്പിൾ, ഗോവ, പീച്ച്. നമുക്ക് പീച്ച് ജ്യൂസിൽ തന്നെ തുടങ്ങാം. ഗ്യാസ് ഇല്ലാത്തതാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്, അത് കൊള്ളാലോ. അതും ജ്യൂസസ്. സോ യമ്മി ഓൾസോ. പീച്ചിന്ന് തുടങ്ങാം. ഞാൻ ഒരു പിസ്സ ഒരു ഗാർലിക് ബ്രെഡും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മീല് രാജ്യത്തെ അടിപൊളിയാണെങ്കിലേ ആ രാജ്യത്തെ ഫുൾ ട്രിപ്പ് അടിപൊളിയായിരിക്കും. ഇവിടുത്തെ ഗാർലിക് ബ്രെഡ് നോക്ക് പ്രിയ, സൈസ് നോക്ക്. ഇത് ഇവരുടെ മീഡിയം പിസ്സ, 3 പേർക്ക് ധാരാളമാണ്. അപ്പൊ 3 പേർക്ക് ജ്യൂസും ഇതെല്ലാം കൂടെ 1200 രൂപ, 1100 റുപ്പീസ്. അടിപൊളിയല്ലേ? ഈ ഒരു ഗാർലിക് ബ്രെഡ് നോക്കിക്കേ. ദോഹയുടെ എല്ലാം മറ്റേ ക്വാണ്ടിറ്റി വെച്ച് നമ്മളെ കൊല്ലാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. So we got this delicious garlic and grilled chicken pizza, some really good garlic bread, full garlic smell. ഞാൻ ജ്യൂസ് റീഫിൽ ചെയ്തു. ചെറി, പീച്ച് തീർത്തു. ചെറി ഒരു 8 ഗ്ലാസ് കുടിക്കും. ചെറി എങ്ങനെ ഉണ്ടോ നോക്ക്. നമ്മൾ യുക്രൈനിൽ എപ്പോഴും ചെറി ജ്യൂസ് അല്ലേ കുടിച്ചോണ്ടിരുന്നത്. ചെറി ചെറി ബെസ്റ്റാ. Okay. It's so soft, so freshly made. കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ബ്രെഡ്. എനിക്കൊന്ന് ജോർജിയയിലെ ബ്രെഡ്സ് ആൻഡ് ചീസ് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ബ്രെഡിനൊക്കെ ഒരു ഒട്ടും കമേഴ്ഷ്യൽ അല്ലാത്തൊരു ഫ്ലേവറാണ്. ഒരു സോർഡോ, ഒരു ഹോം ബേക്കർ ഉണ്ടാക്കുന്ന ഒരു ഫ്ലേവറാണ്. നല്ല റോസ്റ്റഡ് ഗാർലിക്കും ചീസ് ഇസ് റിയലി ഗുഡ്, നോട്ട് അറ്റ് ഓൾ സോൾട്ടി. അടിപൊളി. ടേസ്റ്റിനുള്ള കാര്യം എന്താ അറിയാം, അടിയിൽ മുരിഞ്ഞിരിക്കുന്നുണ്ട്, നല്ല ക്രിസ്പിയാണ്. അടിപൊളി. പ്ലെയിൻ അതാ, വേറെ ഒന്നും വേണ്ട. ഇത് മാത്രം ശരിക്കും നമുക്ക് 3 പേർക്ക് മതിയായിരുന്നു അല്ലേ? അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. Look at the pizza. Oh my god, looks so good, no? The garlic na വലിയ chunks of garlic, nice barbecued chicken, നല്ല അടിയില് പെർഫെക്റ്റ്ലി ടോസ്റ്റ് ചെയ്ത പിസ്സ ഡോ. ഒട്ടൊരു നമ്മുടെ ഇത് ഇറ്റാലിയൻ പിസ്സ പോലെയൊന്നല്ല, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മുടെ ചിക്കനാണ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു മല്ലി വെച്ചുള്ള ചിക്കൻ കറിയില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് വരുന്നത്. ബ്രെഡിൻ്റെ ബേക്കിംഗ് ആണ് ബെസ്റ്റ്. ഹോൾ ചങ്ക് ഓഫ് ഗാർലിക് ആഡ്സ് ടു ഇൻറ്റൻസ് ഗാർലിക് സോസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ. പ്രിയ അടിപൊളി മീൽ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ഫസ്റ്റ് ടൈം മൈനസിലേക്ക് പോയി. -1. യെസ്, -1. യെസ്. രാത്രി -6. രാത്രി ഇറങ്ങാൻ പോകുന്നു. നമ്മള് നൈറ്റ് വാക്ക് ഒക്കെ ചെയ്യാൻ പോയ കയ്യും കയ്യും പിടിച്ച്. അപ്പയും മോനും കൂടെ ഇറങ്ങിയാ മതി. അമ്മയും അമ്മ ഇറങ്ങും. അമ്മ ഇറങ്ങിയ മൂക്കിൽ പഞ്ഞി വെച്ച് കയറ്റേണ്ടി വരും. ഞങ്ങൾ അമ്മേനെ കൊണ്ട് സ്നോയിലിടുന്നു. നല്ല ഏരിയ അല്ലേ നമ്മുടെ ഹോട്ടല്. എന്താ അതെയോ, ഡ്രസ്സിങ് ഇസ് നോട്ട് റൈറ്റ്. നമ്മുടെ ആരുടെയും ഡ്രസ്സിങ് കറക്റ്റ് അല്ല. വെയിറ്റ് ചെയ്യ, ഒന്ന് നടന്നിട്ടൊക്കെ വരാം, കോഫി ഒക്കെ കുടിച്ചിട്ട് വരാം. പോ, ഒരാൾക്ക് തണുപ്പിന്ന് ഇറങ്ങണ്ട, ഒരാൾക്ക് എങ്ങനെയെങ്കിലും തണുപ്പിന്ന് ഓടണം. ഫസ്റ്റ് നൈറ്റ് ഇൻ ടിബ്ലിസി, ജോർജിയ. എന്തൊക്കെ പറയാൻ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കേട്ടാ. തണുപ്പുണ്ടെങ്കിലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഒന്ന് ഗെറ്റപ്പ് മാറ്റിയിട്ടുണ്ട്. എന്താ അതെ പുതിയ, ഞാൻ ഇത് എവിടെ പോന്നു? ഇത് നമ്മള് ജപ്പാൻ എവിടെ നിന്ന് വാങ്ങിയതാ? ഇപ്പൊ ചൈനയിൽ നിന്ന് വാങ്ങിയ ഗ്ലൗസ് ഇത്. നോക്കട്ടെ, ബേറിന്റെ ഹാൻഡ്സ് പോലെ. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഹോട്ടല്, ഇത് നല്ല ബർഗേഴ്സ് ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. ആൻഡ് നല്ല ഡൈനിങ് ഏരിയ. ഇങ്ങനത്തെ ഡൈനിങ് ഏരിയയിൽ ഇരിക്കാൻ നല്ല, അകത്ത് ചൂടുമായിരിക്കും, നല്ല ഫുഡും ആയിരിക്കും. നമുക്ക് ഒരു എൽഫ്രെസ്കോ ഡൈനിങ്ങിന്റെ ഒരു ഫീലും കിട്ടും. പ്രൊട്ടസ്റ്റ് നടക്കുവാന്ന് കണ്ടാ? ഇത് ആ മെയിൻ സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അടി കിട്ടും നമുക്ക് ചിലപ്പോ. അങ്ങനത്തെ പ്രശ്നോ പറഞ്ഞില്ലേ, നമ്മൾ ഉള്ളപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അല്ലേ?
ഇപ്പൊ അടുത്തത് മിക്കവാറും നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഇവിടുത്തെ സർക്കാർ അട്ടിമറി നടക്കും. ഇവിടെ പുതിയ പ്രസിഡന്റ് പ്രോ റഷ്യനാ. അപ്പൊ അതിന്റെ എന്തോ വിഷയം. അപ്പൊ യൂറോപ്പിലേക്ക് ചേരാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ പ്രശ്നമാണ്. നമ്മുടെ നാട് പോലൊക്കെ തന്നെ. അല്ല ഭയങ്കര ഡീസന്റ് പ്രൊട്ടസ്റ്റാ. ഒരു ബഹളോ അടിയോ ഒന്നുമില്ല. ഇവര് പെർമിഷൻ എടുത്താൽ നടത്തുന്ന എല്ലാ അതൊക്കെ ഉണ്ട്. ബാ നമുക്ക് പോയി കോഫി കുടിക്കാം, അതേ നടക്കുള്ളൂ, പറ്റുള്ളൂ. ടെമ്പറേച്ചർ എത്രയെന്ന് അറിയോ? ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന -2. വേദന ഓക്കെ ആണോ? അത് മതി. ഇരുന്നോ അവിടെ ഇരിക്കുക. ഔട്ട്ഡോർ ഡൈനിങ്. നല്ല കിട്ടിലെ ആംബിയൻസ്, നല്ല ഈ ഒരു ക്രിസ്മസി മ്യൂസിക്. ലുക്ക് അറ്റ് ദിസ് ചോക്ലേറ്റ് ക്രോissant ഫിൽഡ് വിത്ത് നട്ട്സ്. ഇതല്ല ഫുൾ ഒരു ക്രിസ്മസ് ഫീലാണ്. 2 ഗ്ലാസ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ്. റേറ്റ് വൈസ് ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. ഒരു 250 rupees 220 rupees ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, നോട്ട് വെരി എക്സ്പെൻസീവ്. നല്ല ആംബിയൻസ്, സ്മോൾ ക്യൂട്ട് കഫേ, ലിമിറ്റഡ് മെനു. നമ്മുടെ ഹോട്ടലിൽ നിന്ന് അടുത്തു. ആ തണുപ്പുന്ന ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആ ഹോട്ട് ചോക്ലേറ്റ് കൂടെ കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. കുടിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. നാക്കൊക്കെ ഐസായിരിക്കുന്നതുകൊണ്ട് ചൂടാണെങ്കിലും അറിയില്ല. എന്താ ചൂടാ? ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഓബിയസ്ലി നമ്മൾ ദോഹയായിട്ടുള്ളതൊന്നും കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ തിക്കാണ്, അത്യാവശ്യം സ്വീറ്റാണ്, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ബട്ട് മെയിൻ തിങ് ഇസ് ദ ടെക്സ്ചർ. ഇത് തിക്കാണ്, അത് വെള്ളം പോലെ ആകുമ്പോൾ നമുക്ക് ആ കുടിക്കാനുള്ളൊരു സുഖം പോവും. ഇവിടുത്തെ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ ക്രോissant അടുത്ത് നോക്ക് ഒഴുകി വരുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ജോർജിയ അടിപൊളിയായിരുന്നു. പക്ഷെ പ്രൊട്ടസ്റ്റ് 2 പ്രശ്നങ്ങളുണ്ടായി. ഒന്നാ പ്രൊട്ടസ്റ്റ് ആക്ച്വലി കൈൻഡ് ഓഫ് സീരിയസ്. ആ ഏരിയ ഒക്കെ മെയിൻ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചൊക്കെയാണ്, സെലിബ്രേഷൻസും മാർക്കറ്റ്സ് ഒക്കെ. അതൊക്കെ ഇനി എപ്പോൾ തുടങ്ങുമെന്ന് അറിയില്ല. പ്രൊട്ടസ്റ്റ് ഇസ് കൈൻഡ് ഓഫ് സീരിയസ്. പക്ഷെ കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്കൻഡ്ലി നമ്മുടെ ഹോട്ടൽ പൂട്ടിപ്പോൾ ഭയങ്കര ഒരു അടിയായിരുന്നു. അതിൻ്റെ രണ്ടാമത് കിട്ടിയ ഹോട്ടൽ ലാസ്റ്റ് മൂമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റേറ്റും കുറച്ച് ഹൈ ആയി. നോവോട്ടൽ ടിബ്ലിസി ക്ലോസ് ചെയ്തു. സോ എന്താണെന്നറിയില്ല. എന്തായാലും നടന്നൊക്കെ നടന്നു. ഇറ്റ്സ് ഓക്കെ. നൗ വി ആർ ഹിയർ ടു ബ്രിങ് യു സം ഗുഡ് കോണ്ടന്റ്, എൻജോയ് ആൻഡ് ഷോ വൈ ജോർജിയ ഷുഡ് ബി എ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവർക്ക് കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര ഈസി ആക്സസ് ആണ്. എന്നാലും ജോർജിയയുടെ ഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. ഡെയിലി വ്ളോഗ്സ് കാണും. സോ എന്തായാലും നാളെ തൊട്ട് ജോർജിയയുടെ അടിപൊളി കാഴ്ചകൾ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ചെറിയ സർപ്രൈസ് ഉണ്ട് നാളെ അല്ല, ഈ ഒരു ജോർജിയ സീരീസിൽ. ബൈ ബൈ.